ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ 23-ാം അധ്യായം ചർച്ച ചെയ്യുന്നത് വിതരണ കേന്ദ്രത്തിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചാണ്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോളിംഗ് സാമഗ്രി EVM-ഉം VVPAT-ഉമാണ്. കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും അതുപോലെ തന്നെ VVPAT-ഉം നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷന് അലോട്ട് ചെയ്ത് തന്നത് തന്നെയാണെന്ന് അഡ്രസ് ടാഗ് നോക്കി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, കൺട്രോൾ യൂണിറ്റിലെ കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷനും ബാറ്ററി കമ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ബാലറ്റ് യൂണിറ്റും VVPAT-ലെ പേപ്പർ കമ്പാർട്ട്മെന്റും സീൽ ചെയ്തിട്ടുണ്ടോ എന്നും അവിടെ കൃത്യമായ അഡ്രസ് ടാഗുകൾ ഉണ്ടോ എന്നും പരിശോധിക്കണം. കൺട്രോൾ യൂണിറ്റിന് പിങ്ക് പേപ്പർ സീൽ പതിച്ചിട്ടുണ്ടോ എന്നും അവ ടാമ്പർ ചെയ്തിട്ടില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ഫോം 7A പരിശോധിച്ച് അതിലെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ബാലറ്റ് യൂണിറ്റിലെ പേരും ചിഹ്നവുമായി ഒത്തുപോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ബാലറ്റ് യൂണിറ്റിലെ കാൻഡിഡേറ്റ് ബട്ടൺ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നീല കളറിൽ തുറന്നു വെച്ചിട്ടുണ്ടെന്നും ബാക്കിയുള്ള ബട്ടണുകൾ മാസ്ക് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പോളിംഗ് സാമഗ്രികളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റം മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ ആണ്. ഇത് നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷന് അനുവദിച്ചത് തന്നെയാണോ എന്ന് ആദ്യമേ പരിശോധിക്കണം. പിന്നീട് എല്ലാ പേജുകളും ക്രമമായി തുന്നി ചേർത്തിട്ടുണ്ടോ എന്നും പ്രിന്റിംഗ് സംബന്ധമായ മഷി പുരണ്ടതോ മറ്റോ ആയ യാതൊരു തകരാറുകളും അതിനില്ല എന്നും ഉറപ്പുവരുത്തണം. നേരത്തെ നൽകിയിട്ടുള്ള പോസ്റ്റൽ ബാലറ്റിന്റെയും ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റിന്റെയും മാർക്കിങ്ങുകൾ മാർക്ക്ഡ് കോപ്പിയിൽ ഉണ്ടോ എന്നും അതുപോലെ തന്നെ ഇതാണ് മാർക്ക്ഡ് കോപ്പിയായി ഉപയോഗിക്കേണ്ടത് എന്നത് സംബന്ധിച്ച അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റും ഒപ്പും ഉണ്ടോ എന്ന് പരിശോധിക്കണം. പോളിംഗ് സാമഗ്രികളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഗ്രീൻ പേപ്പർ സീൽ, പിങ്ക് പേപ്പർ സീൽ, അഡ്രസ് ടാഗ് എന്നിവ. ഈ 3 എണ്ണത്തിനും പ്രത്യേകമായ സീരിയൽ നമ്പറുകളുണ്ട്. നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ള സീരിയൽ നമ്പർ തന്നെയാണോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് അറിയേണ്ടതുണ്ട്. ഇതറിയാനായി നിങ്ങൾക്ക് ഇത് അനുവദിക്കുമ്പോൾ തന്നെ ഒരു റെസീറ്റ് ഒപ്പിട്ട് വാങ്ങുന്നുണ്ടാവും. ആ റെസീറ്റിൽ രേഖപ്പെടുത്തിയ സീരിയൽ നമ്പറുകൾ നിങ്ങൾ നേരത്തെ തന്നെ നോട്ട് ചെയ്തെടുക്കുകയും അവ ഈ 3 കാര്യങ്ങളുമായി ഒത്തുപോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നിങ്ങൾക്ക് ഉപയോഗത്തിനായി ഒരു ഗ്രീൻ പേപ്പർ സീലും ഒരു പിങ്ക് പേപ്പർ സീലും 3 അഡ്രസ് ടാഗുകളുമാണ് സാധാരണയായി ആവശ്യം വരിക. പക്ഷേ നിങ്ങൾക്ക് ഇവയെ ഓരോന്നും 3 എണ്ണം വീതം അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ 3 എണ്ണത്തിന്റെയും സീരിയൽ നമ്പറുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും ആകെ 20 ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകളാണ് അനുവദിക്കാറുള്ളത്. ഈ ബാലറ്റ് പേപ്പറുകളുടെ സീരിയൽ നമ്പർ നിങ്ങൾക്ക് അനുവദിച്ചു തന്നെ ആണോ എന്ന് ആദ്യമേ പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ ടെൻഡേർഡ് ബാലറ്റ് പേപ്പറിലെ സ്ഥാനാർത്ഥികളുടെ പേരും വിവരവും ചിഹ്നവും ഒക്കെ ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ഫോം 7A നോക്കി ഒത്തുപോകുന്നതാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഫോം 17A യിലുള്ള വോട്ടർ രജിസ്റ്റർ
സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് 1 നിങ്ങൾക്ക് നൽകുന്നത്. ആ രജിസ്റ്ററിൽ എല്ലാ പേജുകളും കൃത്യമായി പ്രിന്റിംഗ് വന്നിട്ടുണ്ടോ എന്നും നിങ്ങൾക്ക് ആവശ്യമായ എണ്ണം രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ആ പുസ്തകത്തിൽ പേജുകൾ ഉണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. 1500 വോട്ടുകൾ രേഖപ്പെടുത്തുന്ന എഴുതി ചേർക്കുവാനുള്ള പുസ്തകമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അത്രയും പേജുകൾ കൃത്യമായി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇത്തവണ വോട്ടേഴ്സ് സ്ലിപ്പുകൾ ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് 3 ഈ വോട്ടർ സ്ലിപ്പുകൾ എല്ലാം തന്നെ ഒന്നിച്ച് നിങ്ങൾക്ക് നൽകുന്നു. ഈ ബുക്ക്ലെറ്റിൽ ഒരു പേജിൽ 8 വോട്ടർ സ്ലിപ്പുകളാണുള്ളത്. അത് നേരത്തെ തന്നെ കീറി ആവശ്യമായ രൂപത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതിൽ ആവശ്യമായ വോട്ടർ സ്ലിപ്പുകൾ ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ പരിശോധിക്കണം. മറ്റൊന്ന് ഇൻഡെലിബിൾ ഇങ്ക് ആണ്. 2 ചെറിയ ബോട്ടിലുകളാണ് സാധാരണയായി നിങ്ങൾക്ക് നൽകുന്നത്. അവയിലെ ഇങ്ക് ഉണങ്ങിപ്പോയിട്ടില്ല എന്നും ഉപയോഗയോഗ്യമാണോ എന്നുള്ളതും ഒന്ന് കുലുക്കി നോക്കി പരിശോധിക്കേണ്ടതുണ്ട്. പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ഫോമുകൾ 6 ബുക്ക്ലെറ്റുകളായിട്ടാണ് ഇത്തവണ നിങ്ങൾക്ക് നൽകുന്നത്. ഈ 6 ബുക്ക്ലെറ്റുകൾ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് 1, സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് 2, സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് 3, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് പാർട്ട് എ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് പാർട്ട് ബി, കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ് എന്നീ പേരുകളിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ എല്ലാ ബുക്ക്ലെറ്റുകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു പോളിംഗ് സ്റ്റേഷനിലെ ഉപയോഗത്തിന് 31ഓളം കവറുകൾ ആവശ്യമാണ് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇവ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കവർ അച്ചടിച്ച് നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മിസ്പ്ലേസ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി നിങ്ങൾക്ക് നൽകുന്ന പ്ലെയിൻ കവറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കവറുകളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ല എന്നുള്ളത് വലിയ പ്രശ്നമായി കരുതേണ്ടതില്ല. പോളിംഗ് സ്റ്റേഷനിലെ ഉപയോഗത്തിന് ആവശ്യമായ മറ്റു ചില സാധനങ്ങളുണ്ട്. 1 മെറ്റൽ സീൽ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, 2 ആരോ ക്രോസ് മാർക്ക്, 3 ഡിസ്റ്റിംഗ്വിഷിംഗ് മാർക്ക് സീൽ, 4 സെൽഫ് ഇങ്കിംഗ് സ്റ്റാമ്പ് പാഡ്, 5 കപ്പ് ഫോർ ഫിക്സിംഗ് ഇൻഡെലിബിൾ ഇങ്ക്, 6 വോട്ടിംഗ് കമ്പാർട്ട്മെന്റ്, 7 പോസ്റ്റേഴ്സ്, പോളിംഗ് സ്റ്റേഷന് പുറത്ത് പതിക്കേണ്ടതായ പോസ്റ്റർ. ഇവയെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇതിനു പുറമെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കാർബൺ പേപ്പറും പെന്നും തുടങ്ങിയ നിരവധി സ്റ്റേഷനറി സാധനങ്ങളും ഈ പോളിംഗ് കിറ്റിൽ നിങ്ങൾക്കുണ്ടാകും. അവ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഒരൊറ്റ കാര്യത്തിന്റെ 23-ാം അധ്യായം ചർച്ച ചെയ്തത്. ഈ വീഡിയോയുടെ ക്രോഡീകരണം ഡിസൈൻ നിർവഹിച്ചത് മധു പി, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LA KBIC പാലക്കാട്. മൊബൈൽ 94 470 42 602 9447 42602. പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിനു വേണ്ടി ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.